ടി വിനോദിന്റെ കൊലപാതകത്തിൽ പോലീസ് എഫ്ഐആർ പുറത്ത്. വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്റെ വിരോധമാണ് കൊലപാതകം നടത്താൻ പ്രേരണയായതെന്നും എഫ്ഐആറിൽ പറയുന്നു. അതേസമയം കൊല്ലപ്പെട്ട ടി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂരിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, എഫ്ഐആറിൽ പറയുന്നത് പ്രതികാര ബുദ്ധിയിൽ നിന്നുണ്ടായ കൊലപാതകം തന്നെയാണ് എന്നാണ് വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, വിനോദിനെ കൊലപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിൽ തന്നെ വാതിലിന് അഭിമുഖമായി നിന്ന ഈ വിനോദിനെ തള്ളിയിട്ടത് പിന്നിൽ നിന്നുമാണ്. പ്രതി രജനികാന്ത് ഇരു കൈയും കൊണ്ട് വിനോദിനെ പുറകിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്റെ വിരോധമാണ് ഈ കൊലപാതകം നടത്താൻ പ്രേരണയായിട്ടുള്ളത്. അതായത് ഈ ടിക്കറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ടിക്കറ്റ് ഇല്ല എന്ന് പറയുകയും തുടർന്ന് അതിന് പിഴ അടയ്ക്കണമെന്ന് ഈ രജനികാന്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് തള്ളിയിട്ടതെന്നാണ് വ്യക്തമായും എഫ്ഐആറിൽ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൃശ്ശൂരിലാണ് നിലവിൽ ഇപ്പോൾ പ്രതിയുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് പ്രതിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തീകരിക്കും. പൂർത്തിയായ ശേഷം സ്വന്തം നാടായിട്ടുള്ള മഞ്ഞുമലിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം, അതിൽ കൃത്യമായും പ്രതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് തന്നെയാകും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുക. കഴിഞ്ഞ ദിവസം 7 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എറണാകുളത്ത് നിന്നും പുറപ്പെട്ട ട്രെയിനിലായിരുന്നു ഈ വിളപ്പായ ബ്രിഡ്ജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. ട്രെയിനുള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. എന്തായാലും റെയിൽവേ പോലീസാണ് ഇതിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. മൃതദേഹം അവിടെ നിന്നും രാത്രിയോടുകൂടി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റ് നടപടികളൊക്കെ തന്നെ ഇന്ന് പൂർത്തീകരിക്കും രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.